മുറിവേറ്റവരെ കാണാൻ പോയ കഥ. ടോട്ടോച്ചാൻ ജീവിതത്തിൽ ആദ്യമായി മുറിവേറ്റ സൈനികരെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രി സന്ദർശിച്ചു. വിവിധ എലിമെന്ററി സ്കൂളുകളിൽ നിന്നുള്ള 30ഓളം അപരിചിതരായ കുട്ടികൾക്കൊപ്പം. അത് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പുതിയ പരിപാടിയായിരുന്നു. ഓരോ സ്കൂളും 2-3 കുട്ടികളെ വീതം അയക്കണമെന്നാണ് നിയമം. പക്ഷേ ടോമോ പോലെയുള്ള ചെറിയ പള്ളിക്കൂടങ്ങളിൽ നിന്ന് ഒരാൾ മതി. പങ്കെടുക്കുന്ന സ്കൂളിലൊന്നിലെ ഒരു ടീച്ചർ സന്ദർശക സംഘത്തെ നയിക്കാനുണ്ടാകും. ടോമോയുടെ പ്രതിനിധി ടോട്ടോച്ചാൻ ആയിരുന്നു. ഒപ്പമുള്ള അധ്യാപികയെ അവൾക്ക് പരിചയമില്ല. കണ്ണട ധരിച്ച ഒരു മെലിഞ്ഞ സ്ത്രീ. അവർ കുട്ടികളെ ഒരു വാർഡിലേക്ക് നയിച്ചു. അവിടെ വെള്ള പൈജാമ ധരിച്ച 15ഓളം പട്ടാളക്കാർ. ചിലർ കിടക്കയിലാണ്, മറ്റു ചിലർ മെല്ലെ നടക്കുന്നു. മുറിവേറ്റ പട്ടാളക്കാർ എങ്ങനെയിരിക്കുമെന്ന കലശലായ ഉത്കണ്ഠയുണ്ടായിരുന്നു കൊച്ചു ടോട്ടോയ്ക്ക്. പക്ഷെ കുഴപ്പമില്ല. ചുരുക്കം ചിലരുടെ തല ബാൻഡേജ് കൊണ്ട് പൊതിഞ്ഞിരുന്നുവെങ്കിലും പട്ടാളക്കാർ ചിരിക്കുകയും ആഹ്ലാദത്തോടെ കൈവീശുകയും ചെയ്യുന്നുണ്ട്. അവൾക്ക് ആശ്വാസം തോന്നി. ടീച്ചർ കുട്ടികളെ വാർഡിന്റെ ഒത്ത മധ്യത്തിലായി നിരത്തി നിർത്തി. ശേഷം പട്ടാളക്കാരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, ധീരയോദ്ധാക്കളെ, ഞങ്ങൾ നിങ്ങളെ സന്ദർശിക്കാനാണ് വന്നത്. കുട്ടികളെല്ലാം തല കുനിച്ചു വന്ദിച്ചു. ടീച്ചർ തുടർന്നു, ഇന്ന്, അതായത് മെയ് 5 ബാലദിനമായതിനാൽ ഞങ്ങൾ പ്രസിദ്ധമായ മത്സ്യപതാക വിജയിക്കട്ടെ ആലപിക്കാമെന്ന് കരുതുന്നു. അവർ ഒരു കണ്ടക്ടറുടെ മട്ടിൽ കൈകൾ മുകളിലേക്ക് ഉയർത്തി സസൂക്ഷ്മം താളമിട്ടുകൊണ്ട് പറഞ്ഞു, റെഡി, 1, 2, 3. പരസ്പരം അറിഞ്ഞുകൂടാത്തവരെങ്കിലും പിഴക്കാത്ത താളത്തോടെ ഏകസ്വരത്തിൽ കുട്ടികൾ പാടാൻ ആരംഭിച്ചു. മേൽക്കൂരകൾ തൻ കടലുകൾക്കപ്പുറം, മേഘജാലങ്ങൾ തൻ കടലുകൾക്കപ്പുറം. ഇങ്ങനെയൊന്ന് ടോട്ടോച്ചാൻ ആദ്യമായി കേൾക്കുകയാണ്. ഇത്തരം ഗാനങ്ങൾ ടോമോയിൽ പഠിപ്പിക്കാറില്ല. ടോട്ടോച്ചാൻ എന്തു ചെയ്യും? അവൾ അടുത്തു കണ്ട ഒരു കിടക്കയുടെ അരികുപറ്റിയിരുന്നു. ആ കട്ടിലിന്റെ തലയ്ക്കൽ ആർദ്രമായ മുഖഭാവത്തോടെ കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ട് പരിക്കേറ്റ ഒരു സൈനികൻ ചാരിയിരിപ്പുണ്ടായിരുന്നു. പാട്ടുകേട്ട് അയാളുടെ മുഖം വിലക്ഷണമായി. മത്സ്യപതാക വിജയിക്കട്ടെ അവസാനിച്ചതും വടിവൊത്ത ശബ്ദത്തിൽ ടീച്ചർ പ്രഖ്യാപിച്ചു, അടുത്തതായി ആലപിക്കപ്പെടുന്നത് ബൊമ്മ മഹോത്സവം. ടോട്ടോച്ചാൻ ഒഴികെയുള്ള എല്ലാവരും ഒന്നിച്ചു പാടി അതിമനോഹരമായ ശബ്ദത്തിൽ. ദീപങ്ങളെല്ലാം കൊളുത്തുവാൻ ഞങ്ങൾക്ക് ദേവാവരം തന്നനുഗ്രഹിക്ക. ടോട്ടോച്ചാന് പാട്ടുകേട്ട് മിഴിച്ചിരിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ആലാപനം അവസാനിച്ചു. ആതിഥേയരുടെ കയ്യടി മുഴങ്ങി. മന്ദസ്മിതത്തോടെ ടീച്ചർ പറഞ്ഞു, ഇനി പെൺകുതിരയും കിടാവുമായാലോ? ശരി, തുടങ്ങിക്കോളൂ. 1, 2, 3. അതും ടോട്ടോച്ചാന് വശമുണ്ടായിരുന്നില്ല. കുട്ടികൾ പെൺകുതിരയും കിടാവും പതിവ് പോലെ തന്നെ ഭംഗിയായി പാടി അവസാനിപ്പിച്ചു. ഈ നേരം അത്രയും തന്റെ ചാരത്തിരിക്കുന്ന ടോട്ടോച്ചാനെ ആ പട്ടാളക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ നെറുകയിൽ മൃദുവായി തലോടിക്കൊണ്ട് അയാൾ ചോദിച്ചു, കുട്ടി എന്താ പാടാത്തേ? അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. സൈനികരെ സന്ദർശിക്കാൻ വന്നിട്ട് അവൾ ഒരു പാട്ടുപോലും പാടിക്കേൾപ്പിക്കാതിരിക്കുക, അത് തെറ്റല്ലേ? അവൾ ധൈര്യപൂർവ്വം പറഞ്ഞു, ഉവ്വ്, എനിക്കറിയാവുന്ന ഒരു പാട്ടുണ്ട്, അത് ഞാൻ പാടാം. നിശ്ചയിക്കപ്പെട്ട പരിപാടിയിൽ പെടാത്ത ഒരിനം അരങ്ങേറുകയായിരുന്നു. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ടീച്ചർ ചോദിച്ചു. പക്ഷേ അപ്പോഴേക്ക് പാട്ടിന്റെ മുന്നോടിയായി നീണ്ട ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് ടോട്ടോച്ചാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. താൻ ടോമോയുടെ പ്രതിനിധിയല്ലേ, ടോമോയിൽ ഏറ്റവും പ്രചാരമുള്ള പാട്ട് തന്നെ ആവാം, അവൾ തീരുമാനിച്ചു. മറ്റൊരു ദീർഘശ്വാസത്തോടെ ടോട്ടോച്ചാൻ പാടാൻ ആരംഭിച്ചു. ചവച്ചര ചിറക്കിടാം കഴിച്ചിടുന്നതൊക്കെയും. പാട്ട് കേട്ട് ചില കുട്ടികൾക്ക് ചിരിപൊട്ടി. ചിലർ പരസ്പരം മുറുമുറുത്തു, ഇതേതാ പാട്ട്, കേട്ടിട്ടില്ലാലോ. ടീച്ചർ താളമിടാനുള്ള ശ്രമമായി. പക്ഷേ അവർക്കും സംഗതിയാകെ കുഴഞ്ഞിരുന്നു. പാതി ഉയർന്ന അവസ്ഥയിൽ അവരുടെ കൈകൾ ആകാശത്തിൽ തന്നെ അങ്ങനെ നിന്നു.
എല്ലാം കൊണ്ടും വല്ലാതെ അമ്പരന്നു പോയെങ്കിലും തനിക്ക് നന്നെന്ന് തോന്നിയ മട്ടിൽ കൊച്ചു ടോട്ടോ പാടി: ചവച്ചരച്ചു മെല്ലവേ ഇറച്ചി ചോറ് മീൻകറി. പാട്ട് പൂർത്തിയാക്കി സദസ്യരെ തല കുനിച്ചു വന്ദിച്ച ശേഷം മുഖം മെല്ലെ ഉയർത്തുമ്പോഴാണ് താനിരുന്ന കിടക്കയുടെ തലയിക്കൽ അവളുടെ നോട്ടം ചെന്നു തടഞ്ഞത്. ആ സൈനികന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ടോട്ടോച്ചാൻ ആകെ വിറളറിപ്പോയി. താൻ അരുതാത്തതെന്തോ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ അവൾ ധരിച്ചു. അച്ഛനേക്കാൾ അല്പം കൂടി പ്രായം തോന്നിക്കുന്ന ആ മനുഷ്യൻ കൈകൾ ഉയർത്തി വീണ്ടും അവളുടെ നെറുകയിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു: നന്നായി കുഞ്ഞേ, നിനക്ക് നന്ദി. അനിയന്ത്രിതമായി ഒഴുകുന്ന ദുഃഖത്തോടെ അയാൾ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. അയാളെ സന്തോഷിപ്പിക്കാനെന്നോണം ചുറുചുറുക്കുള്ള ശബ്ദത്തിൽ ടീച്ചർ പറഞ്ഞു: ഇനി നാം ഖണ്ഡികാരചനകൾ വായിക്കുന്നത് നന്നായിരിക്കും. ധീരസേനാനികൾക്കു വേണ്ടി പ്രത്യേകം എഴുതിയ ഖണ്ഡികകൾ വായിച്ചുകൊള്ളൂ. കുട്ടികൾ ഓരോരുത്തരായി അത്യുച്ചത്തിൽ ഖണ്ഡിക വായന ആരംഭിച്ചു. ടോട്ടോച്ചാൻ തന്റെ പ്രിയപ്പെട്ട സൈനികനെ തന്നെ ഉറ്റുനോക്കി. ആ മുഖം തുടുത്തിരുന്നു, കണ്ണുകൾ ചുവന്നിരുന്നു. എന്നിട്ടും അയാൾ ചിരിച്ചു. ടോട്ടോച്ചാനും തിരികെ പുഞ്ചിരിച്ചു. അവൾ തന്നോട് തന്നെ മന്ത്രിച്ചു: ചിരിച്ചല്ലോ, എനിക്ക് സന്തോഷമായി. എന്തിനായിരുന്നു ആ മനുഷ്യൻ കരഞ്ഞത്? അയാൾക്ക് മാത്രമേ അതറിയൂ. ഒരുപക്ഷെ ടോട്ടോച്ചാനെ പോലെ മിടുക്കിയായ ഒരു മകൾ അയാൾക്കുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഇനി നിഷ്കളങ്കമായ ആത്മസംതൃപ്തിയോടെ തനിക്കാവും വിധം അവൾ പാടിയത് അയാളെ സ്പർശിച്ചിരിക്കാം. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ യുദ്ധമുന്നണിയിലെ അനുഭവങ്ങൾ, വരാൻ പോകുന്ന കൊടും പട്ടിണിയെക്കുറിച്ച് അയാളെ ഓർമ്മിപ്പിച്ചു കാണും. എല്ലാം ചവച്ചരച്ച് കഴിക്കണമെന്ന് പാടുന്ന ഈ കുഞ്ഞിന് കഴിക്കാൻ ഒന്നുമില്ലാതെയാവുന്ന ആ കാലം വരികയാണല്ലോ എന്ന ചിന്ത അയാളെ വേദനിപ്പിച്ചിരിക്കാം. എല്ലാത്തിനുമുപരി കാരുണ്യരഹിതവും ഭീതിതവുമായ ദുരന്തങ്ങൾ എട്ടും പൊട്ടും തിരിയാത്ത ഈ പൈതങ്ങളെ അധികം താമസിയാതെ തന്നെ വിഴുങ്ങിക്കളയുമെന്ന കാര്യം ആ മനുഷ്യൻ ഒരു പക്ഷേ മുന്നേ മനസ്സിലാക്കിയിട്ടുമുണ്ടാവാം. പസഫിക്കിൽ യുദ്ധത്തിന്റെ കപ്പലുകൾ മുന്നേറുകയായിരുന്നു. പക്ഷേ ഒന്നും അറിയാത്ത കുട്ടികൾ തങ്ങൾ രചിച്ച ഖണ്ഡികകൾ വായിച്ചുകൊണ്ടിരുന്നു.